എല്ലാ പ്രേക്ഷകർക്കും അസ്രഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു, നിങ്ങൾക്കിനി ആശ്വസിക്കാം, കാരണമുണ്ട് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ മൂങ്ങ പൈലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ പൈൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. മൂങ്ങ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങാണ് പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടായിരുന്നു. ഒരുപാട് പേര് നിങ്ങളെ ചതിച്ച് കടന്നുപോയി. ഒരുപാട് പേര് നിങ്ങൾക്ക് നൽകാമെന്നേറ്റ ഒരുപാട് കാര്യങ്ങൾ നൽകിയില്ല. സഹായിക്കാമെന്നേറ്റിട്ട് നിങ്ങളെ ചതിച്ച് വഞ്ചിച്ചു പോയി. നിങ്ങളെ പലരും സഹായിച്ചില്ല. നിങ്ങൾക്കതിൽ ദുഃഖമുണ്ട്. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് സഹായങ്ങൾ മേടിച്ച്, നിങ്ങളുടെ കയ്യിൽ നിന്ന് കാരുണ്യം വാങ്ങിച്ച്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നിങ്ങൾ ഒരുപാട് സഹായിച്ച് അങ്ങനെ കടന്നുപോയ ഒരുപാട് പേരുണ്ട്. തിരിച്ച് നിങ്ങൾക്കൊരു സഹായം ചോദിച്ചില്ല, സഹായിക്കേണ്ടി വന്ന അവസ്ഥ വന്നപ്പോൾ ചോദിക്കാൻ പോലും നിങ്ങൾക്ക് മടിയായിരുന്നു. അവരുടെ പെരുമാറ്റവും മനോഭാവവും കണ്ടിട്ട് അവർ സഹായിക്കാതെ മാറി നിന്ന്. അവരുടെ അത്തരം പ്രവർത്തനങ്ങൾ നിങ്ങളെ ഒരുപാട് ദുഃഖിപ്പിച്ചു. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ദുഃഖമുണ്ടായി. ഓരോരുത്തരുടെയും മനോഭാവം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആരൊക്കെയാണ് ആളുകളെ സ്നേഹിക്കുന്നത്. ആത്മാർത്ഥത എന്ന് പറയുന്ന വാക്കിന് ഒരർത്ഥവുമില്ലാത്ത രീതിയിലാണ് ആളുകൾ നിങ്ങളോട് പെരുമാറിയത്. പക്ഷെ ഒരു പരാതിയും പറഞ്ഞില്ല, ഒരു പരിഭവവും പറഞ്ഞില്ല. ആളുകൾ വിചാരിച്ച് അവർ സഹായിക്കാതിരുന്ന നിങ്ങൾ തകർന്നു പോകുമെന്നാണ്. നിങ്ങൾ ആളുകളിൽ നിന്ന് സഹായം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോകുമെന്ന് അവർ വിചാരിച്ചിരുന്നു. അവർ വിചാരിച്ചു നിങ്ങൾക്ക് നാശം സംഭവിക്കുമെന്നും ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നൊക്കെ അവർ വിചാരിച്ചു. അവരതിൽ മനസ്സിൽ സന്തോഷിച്ച് ഇനി ആ വ്യക്തി രക്ഷപ്പെടില്ലല്ലോ. പക്ഷേ ഒരിക്കലും അവരങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. കാരണം അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടായപ്പോൾ, അവർക്ക് പ്രതിസന്ധികളുണ്ടായപ്പോൾ സഹായിക്കാനുണ്ടായിരുന്നത് നിങ്ങളാണ്. അങ്ങനെ നിങ്ങൾ സഹായിച്ചിട്ടും അവർ നിങ്ങളെ തിരിച്ച് സഹായിച്ചില്ല. അങ്ങനെ അവർ നിങ്ങളെ തിരിച്ച് സഹായിക്കാത്തതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ദുരിതങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു. ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ ആ പ്രതിസന്ധികൾ ഒറ്റയ്ക്ക് നിങ്ങൾ നേരിട്ടു. അങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ. പക്ഷെ പലപ്പോഴും നിങ്ങളോട് ആത്മാർത്ഥമുള്ള ചില ആളുകൾ നിങ്ങളെ കുറ്റപ്പെടുത്തി. നീ മറ്റുള്ളവരോട് കാണിച്ച സഹതാപവും സഹായവും നിനക്ക് തിരിച്ചു കിട്ടിയില്ല. ജീവിതം നിനക്കൊരു നഷ്ടക്കച്ചവടമായിരുന്നു. നീ മറ്റുള്ളവരോട് അവർക്ക് നൽകിയ സ്നേഹവും ആദരവും അല്ലെങ്കിൽ സഹായവും തിരിച്ചു കിട്ടിയില്ല. നീ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, നിനക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ ചിലർ പറഞ്ഞവർ ചിലർ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ചിലർ നിങ്ങൾക്ക് ആ ദുരിതം ഉണ്ടായാൽ ദുഃഖം കൊണ്ട് പറഞ്ഞതാണ്. എങ്ങനെയൊക്കെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് അതിലൊരു ദുഃഖം മനസ്സിൽ തോന്നിയിരുന്നു. പക്ഷെ നിങ്ങൾ ഒട്ടും ഭയപ്പെടണ്ട. അത് നിങ്ങൾക്ക് നല്ല ഇതായിട്ടേ ഭവിക്കുകയുള്ളൂ. നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് നന്മയായിട്ടേ മാത്രമേ ഭവിക്കുകയുള്ളൂ. ആർക്കും നിങ്ങളെ ചതിക്കാൻ കഴിയില്ല. നിങ്ങളുടെ പോസിറ്റീവ് എനർജി, ആ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ ചെയ്ത സഹായങ്ങളും നിങ്ങൾക്ക് നഷ്ടമായതും ശക്തി അവിടെ എഴുതി വച്ചിട്ടുണ്ട്. എല്ലാം പകൽ പോലെ വ്യക്തവുമാണ്. നിങ്ങളൊരാളെ സഹായിച്ചപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ്, നിങ്ങളിൽ നിന്ന് സഹായം കിട്ടിയവർ നിങ്ങളെ വഞ്ചിച്ച് കടന്നുപോയപ്പോൾ അവർ നിങ്ങളെ സഹായിക്കാതിരുന്നത്, അതൊക്കെ അപ്പോഴുണ്ടായ മാനസികമായ വിഷമവും അതിനൊക്കെ 100 മേനിയിൽ നിങ്ങൾക്ക് ഫലം കിട്ടും. ആളുകൾ നിങ്ങളെ ഇല്ലാതാക്കാനോ ഒതുക്കാനോ നിങ്ങളുടെ വിജയത്തിൻ്റെ ശോഭ കെടുത്താനോ ശ്രമിച്ചപ്പോൾ കീർത്തിയും നേട്ടവും സമൃദ്ധിയും സ്വപ്ന സാഫല്യവും നിങ്ങൾക്ക് ലഭിക്കുന്നു. ഒന്നും വെറുതെ ആയില്ല. ചില ആൾക്കാർ പറഞ്ഞു നിങ്ങളൊക്കെ ചെയ്തത് വെറുതെ ആയെന്ന്. നിങ്ങൾക്കിനി അറിയാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ വലിയ വിജയങ്ങളുടെ, വലിയ ആത്മസംതൃപ്തികളുടെ, സമൃദ്ധികളുടെ ഒരു കാലം വരുന്നു. ഒന്നും വെറുതെ ആയിരുന്നില്ല, മുകളിലൊരാൾ കൃത്യമായി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായി താറാവിൻ്റെ കുഞ്ഞിനെ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ കരുതി ജീവിച്ചൊരു വ്യക്തി, ആരോടും പരിഭവമില്ലാതെ, ആരോടും ഒരലോസരമില്ലാതെ ജീവിതത്തിൽ ജീവിച്ചു പോകാനാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ ബാധിച്ചു. ഒരുപാട് വെല്ലുവിളികൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്നു.
അപ്പോഴൊക്കെ നിഷ്കളങ്കമായി നിങ്ങൾ മുന്നോട്ട് പോയി. നിങ്ങളുടെ നിഷ്കളങ്കത നിങ്ങളുടെ എല്ലാ പ്രവൃത്തിയിലും ഉണ്ടായിരുന്നു. ഒരുപാട് പേരിൽ നിന്ന് സഹായങ്ങൾ നിങ്ങൾ മനസ്സാൽ പ്രതീക്ഷിച്ചു. പക്ഷേ പലരും നിങ്ങൾക്ക് സഹായം നൽകിയില്ല. എല്ലാവരും നിങ്ങളെ ഇല്ലാതാക്കാനോ ഒതുക്കാനോ നിങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാക്കിയിട്ട് അതിനെ ശ്രദ്ധിക്കാതെ പോകാനൊക്കെയാണ് ശ്രമിച്ചത്. പക്ഷേ ജീവിതത്തിൽ ജീവിതത്തിലെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശ്വരൻ നൽകി. ഒന്നിനും കഴിവില്ല എന്ന് ലോകം മുദ്ര കുത്തിയ നിങ്ങൾ പിച്ച വെച്ച് ഓരോ വിജയങ്ങളും നേടാൻ തുടങ്ങുകയാണ്. അനവധി സ്വപ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു ഓരോ കാര്യത്തെക്കുറിച്ചും. പക്ഷേ അതൊക്കെ നടക്കുവാനുള്ള കാര്യകാരണങ്ങളോ അതിൻ്റെ സാഹചര്യങ്ങളോ ഇല്ലായിരുന്നു. പക്ഷെ എന്നിട്ടും യാഥാർത്ഥ്യബോധമില്ലാതെ നിഷ്കളങ്കമായി സ്വപ്നം കണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയത്. നിങ്ങളുടെ സ്വപ്നം കാണൽ വെറുതെയാകില്ല. നിങ്ങൾ സ്വപ്നം കണ്ടപ്പോൾ നിങ്ങളെ നോക്കി കളിയാക്കിയവരുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ വെറുതെയാണ്, നിങ്ങൾക്കതിനുള്ള സ്വപ്നം കാണാൻ പോലുള്ള സൗഭാഗ്യമില്ല. അവർക്കൊക്കെ ദുരുദ്ദേശം ഉണ്ടായിരുന്നു. നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാനോ, നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ വിജയത്തിൻ്റെ ശോഭ കെടുത്താനോ, ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ജീവിതം ഒരു നഷ്ടമായി തീരാനോ ഒക്കെ അവർ ആഗ്രഹിച്ചിരുന്നു. അവർ വിചാരിച്ചു ഒറ്റയ്ക്ക് നിങ്ങൾക്കൊന്നും കഴിയില്ലെന്നാണ്. ഒറ്റയ്ക്ക് നിങ്ങളൊരാഗ്രഹവും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ നിങ്ങളെ അവഗണിച്ചു പോയവരുണ്ട്. പലതരത്തിലും നിങ്ങളിൽ നിന്ന് അകന്നു പോയവരുണ്ട്. അവരോടൊക്കെ നിങ്ങൾക്ക് പരിഭവം ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ ശക്തി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. നിങ്ങളെ അവഗണിച്ചതും നിങ്ങളെ പുച്ഛിച്ച് തള്ളിയതും നിങ്ങളെ നിരാകരിച്ചതും ഒക്കെ മുകളിലുള്ള ശക്തി കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾ സ്വപ്നം കണ്ട കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നു. നിങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ മാറ്റ് കൂടുകയാണ്. അവഗണിച്ചവരിൽ നിന്നും നിങ്ങൾക്കുണ്ടായ വിഷമം, ദുഃഖം, ആ ദുഃഖത്തിൻ്റെ ആഴം പോലും നിങ്ങൾക്ക് വ്യക്തമല്ലായിരുന്നു. കാരണം അത്രത്തോളം നിഷ്കളങ്കമായിട്ടാണ് നിങ്ങൾ അതിനെല്ലാം കണ്ടത്. ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും എല്ലാ ചൈതന്യവും ലഭിക്കും. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഈശ്വരൻ നിങ്ങൾക്ക് അനുഗ്രഹം നൽകും. എല്ലാ സ്വപ്നവും യാഥാർത്ഥ്യമാകും. എല്ലാ അനുഭവങ്ങളും നല്ലതായിട്ട് വരും. അവഗണിക്കപ്പെട്ടതിൻ്റെ വേദനയിൽ നിന്നാണ് നിങ്ങളുടെ ജീവിതം ഉയർക്കൊള്ളാൻ പോകുന്നത്. നിരാകരിക്കപ്പെട്ടതിൻ്റെ വേദന ഇപ്പോഴും മനസ്സിലുണ്ട്. ഈ നിരാകരിച്ചവർ തിരിച്ചു വരുന്നത്, നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് അകലെയല്ല, ഇത് വെറും വാക്കല്ല. ഈ പൈലിൻ്റെ ചിഹ്നം പോലെ നിഷ്കളങ്കമായിരുന്നു നിങ്ങൾ. അത് ലോകമറിയും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും. ഈശ്വരൻ അനുഗ്രഹിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.